ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പഠിക്കാൻ വളരെ എളുപ്പം ഉള്ളതും അതുപോലെ തന്നെ ഓർമ്മിക്കാനും എളുപ്പമുള്ള ഒരു ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പിന്നെ ഈ പ്രസൻറ്റിലുള്ള പോലെ തന്നെ ഹാസ്, ഹാവ് എന്നുള്ള സങ്കീർണമായിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കർത്താവ് ഏതായാലും ഹാഡ് എന്നുള്ളതിനെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കർത്താവ് ബഹുവചനമാകുമ്പോൾ ഹാവ് ഉപയോഗിക്കണം, കർത്താവ് ഏകവചനമാകുമ്പോൾ ഹാസ് ഉപയോഗിക്കണം എന്നുള്ള സങ്കീർണതകളൊക്കെ ഉണ്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന്. അത് മാത്രമല്ല, അതിലും കൂടുതൽ സങ്കീർണതകളും അർത്ഥവ്യാപ്തിയും ഇത് പാസ്റ്റ് സിമ്പിളുമായിട്ട് ഒരു കണക്ഷനൊക്കെ ഉള്ള ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. ഹാഡ് എന്നാണ് അതിലത്തെ പഠിച്ചു വെക്കാനുള്ള മോഡൽ വെർബ്, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. ഹാഡ് എന്ന് പറഞ്ഞാൽ ഹാസും ഹാവും അർത്ഥം ഉണ്ടെന്നാണെങ്കിൽ ഇവിടെ ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റ് രൂപമാണ് ഹാഡ്. അപ്പോൾ ഹാസിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണെങ്കിൽ ഹാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു സെൻറ്റൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ. അവനൊരു കത്ത് എഴുതിയിട്ട് ഉണ്ടായിരുന്നു. ഹാഡ് റിട്ടൺ, ഹാഡിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം എന്നാണ് നിയമം. അപ്പോൾ ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, അവനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ മലയാള അർത്ഥം പഠിച്ചു വെക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാനില്ല. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, ഈ ഏകവചനം ഈ മൂന്നാണ്. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. അപ്പോൾ ഏകവചനം ആണെങ്കിലും ഹാഡ് റിട്ടൺ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഇനി ഐ, വി, യു, ദേ നാലെണ്ണം വരുന്നെങ്കിലോ ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ, വി ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഞങ്ങളൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. യു ഹാഡ് റിട്ടൺ എ ലെറ്റർ, നിങ്ങളൊരു കത്ത് അല്ലെങ്കിൽ നീ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് റിട്ടൺ എ ലെറ്റർ, അവരൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. അത് എളുപ്പമാണ്, അത് പഠിച്ചു വെക്കാൻ. ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ഇപ്പം കർത്താവ് ഏകവചനമാണോ ബഹുവചനമാണോ ഇതിൻ്റെ സങ്കീർണതകളൊന്നുമില്ല. ഹാഡ് റിട്ടൺ, ഹാഡ് എന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ ഏതാണോ നമുക്ക് വെർബ് പറയേണ്ടത്. ഇപ്പോൾ പോവുക എന്നാണ് പറയേണ്ടെങ്കിൽ ഹാഡ് ഗോൺ. സ്പീക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റാണ്, സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഹാഡ് സ്പോക്കൺ. ഈ രണ്ട് വാക്കുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി ടെൻസർ ഓർമ്മിക്കാൻ. ഹാഡ് എന്നുള്ളതും പിന്നെ വരാനുള്ള വെർബിൻ്റെ. അപ്പോൾ ഏതെങ്കിലും ഒരു രൂപം എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ഹാഡ് റിട്ടൺ, എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ അവനാണ്, ഹി എടുത്തു, പിന്നെ ഹാഡ് വേണം, ഹാഡ് ഇട്ടു. പോയിട്ടുണ്ടായിരുന്നു, പോവുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ വെർബ്. ഹി ഹാഡ് ഗോൺ, അവൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു രീതി. ഇനി ഇതിനെ നമുക്ക് ചോദ്യമാക്കുമ്പോൾ എന്താണ്, വളരെ എളുപ്പമാണ്. ഈ ഹാഡിനെ മറ്റെല്ലാ ടെൻസിലും ചെയ്ത പോലെ തന്നെ ഹാഡിന് സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഹാഡ് ഹി റിട്ടൺ എ ലെറ്റർ, അവനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നോ. ഹാഡിനെ ആദ്യം കൊണ്ടുവന്നു, ഹാഡ് ഹി റിട്ടൺ, ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, അതിലത്തെ ആ ഹാഡിനെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താവും, പിന്നെ അവശേഷിക്കുന്നത് ഹി റിട്ടൺ എന്നാണ്. അപ്പോൾ ആ ഹാഡ് മുന്നിലേക്ക് വന്നു, ഹാഡ് ഹി റിട്ടൺ. വളരെ എളുപ്പമാണ് ചോദ്യം ഉണ്ടാക്കാൻ. അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഐ, വി, യു, ദേ ഈ നാലെണ്ണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്നതിന് ചോദ്യമാക്കാൻ ഹാഡ് ഐ റിട്ടൺ എ ലെറ്റർ. ഇനി വി എന്നാണെങ്കിൽ ഹാഡ് വി റിട്ടൺ എ ലെറ്റർ, നമ്മളൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നോ. ഇനി ഹാഡ് യു റിട്ടൺ എ ലെറ്റർ, നിങ്ങളൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നോ. ഹാഡ് ദേ റിട്ടൺ എ ലെറ്റർ, ഹാഡ് വി റിട്ടൺ എ ലെറ്റർ, ഹാഡ് യു റിട്ടൺ എ ലെറ്റർ. ഈ രീതിയിൽ നമ്മൾക്ക് 4 സെൻറ്റൻസിനെയും ചോദ്യമാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ നമ്മൾ അവന് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടായിരുന്നോ. നീ ഉണ്ടായിരുന്നില്ലേ, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അവൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇല്ല എന്ന് വന്നു. അപ്പോൾ അതിനോട് നോട്ട് ചേർക്കണം. മറ്റുള്ള ടെൻസിൽ ചേർത്ത പോലെ തന്നെ ഹാഡിൻ്റെ കൂടെ നോട്ട് ഇവിടെയും ചേർക്കുക. അപ്പോൾ ഹാഡ് നോട്ട് എന്നുള്ളത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഹാഡ് ഉണ്ടാവും, എഴുതുമ്പോൾ നമ്മൾ ഹാഡ് നോട്ട് എന്ന് തന്നെ എഴുതും എഴുത്തു ഭാഷയിൽ. അപ്പോൾ ഹാഡിൻ്റെ ഹി റിട്ടൺ എ ലെറ്റർ, അവനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ പിന്നെ നോട്ടിൻ്റെ ആവശ്യമില്ല. ഇല്ലേ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ നോട്ട് ചേർക്കണം. അപ്പോൾ ഐ റിട്ടൺ എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. വി റിട്ടൺ എ ലെറ്റർ, ഞങ്ങളൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ദേ റിട്ടൺ എ ലെറ്റർ, അവരൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. യു റിട്ടൺ എ ലെറ്റർ, നിങ്ങളൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. ഇനി ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ ഇത് തന്നെയാണ്. ഷീ റിട്ടൺ എ ലെറ്റർ, അവളൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഹി റിട്ടൺ എ ലെറ്റർ, ഷീ റിട്ടൺ എ ലെറ്റർ. ഇതാണ്
ഹാഡ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടാക്കുന്ന 2-3 രീതി ഇപ്പം നമ്മൾ പഠിച്ചു. ഇനി ഇതിനെ വാട്ടും വേറും വെച്ചിട്ടാണ് ചോദിക്കേണ്ടതെങ്കിൽ ഇതിന്റെ ഏറ്റവും ആദ്യത്തിൽ ഹാഡിന്റെ മുന്നേ കൊണ്ടുവന്നിട്ട് വാട്ട് വയ്ക്കുക. വാട്ട് ഹാഡ് ഹി റിട്ടൺ, അവൻ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? വാട്ട് ഹാഡ് ഹി റിട്ടൺ. ഇനി എപ്പോഴാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വെൻ ഹാഡ് ഹി റിട്ടൺ, എപ്പോഴാണ് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ടത്, മറ്റുള്ള റൂളുകളെല്ലാം ബാധിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമത്തിന്റെ ഗ്രാമറിന്റെ എല്ലാ നിയമങ്ങളെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വാട്ടിനെയും വേറിനെയും വൈനെയും മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇതിലത്തെ ചോദ്യം വളരെ എളുപ്പമായി. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഡിഡിന്റെ നമ്മൾ പാസ്റ്റ് സിമ്പിൾ പഠിച്ച പോലെ തന്നെയാണ് കർത്താവ് ഏതായാലും സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഏകവചനായാലും ബഹുവചനായാലും അതിനുശേഷം ഇവിടെ ഹാഡ് ഉപയോഗിച്ചിട്ട് ഏതാണോ വെർബ് വേണ്ടത് ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടെൻസായി. അർത്ഥം വരുന്നത് ഉണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. ഇനി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴും ഹാഡിനെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം എഴുതാൻ സെന്റൻസ്. ഇനി ഹാഡിന്റെ എഴുതി കഴിഞ്ഞാൽ എന്തായി? ഉണ്ടായിരുന്നില്ലേ എന്നർത്ഥം വരും. ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉണ്ടായിരുന്നില്ലേ എന്നാക്കണമെങ്കിൽ അതിനോട് കൂടെ നോട്ട് ചേർക്കണം. ഓരോ ടെൻസിലും ഇല്ല നെഗറ്റീവ് അർത്ഥം ഉണ്ടാക്കാൻ ഓരോ രീതിയിലാണ്. നമ്മൾ പ്രസന്റ് സിമ്പിൾ ഡസ് നോട്ട് ഉപയോഗിച്ചു, ഡു നോട്ട് ഉപയോഗിച്ചു. പക്ഷെ അത് കണ്ടിന്യൂസിലേക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ എത്തുമ്പോൾ ഈസ് നോട്ടും ആർ നോട്ടുമാണ്. അത് പെർഫെക്റ്റിലേക്ക് എത്തിയപ്പോഴും ഹാസ് നോട്ടും ഹാവ് നോട്ടും ആയി മാറി. ഇതൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കണം, ഓരോന്നിലും ഇല്ല എന്ന് പറയാൻ എങ്ങനെയാണെന്ന്. അപ്പോൾ ഹാഡിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർത്തിട്ടാണ് ഹാഡിൻറ്റ് ഉണ്ടായിരുന്നില്ലേ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡിന്റെ കൂടെയാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ നോട്ട് ചേർക്കുന്നത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഇതുപോലെ തന്നെ, ഏകദേശം ഇതുപോലെ തന്നെ, പക്ഷെ അതിലൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെയാണ്. വിൽ നോട്ട്, ഷാൾ നോട്ട്, അതിന് വില്ലിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് വിൽ നോട്ട് എന്നാവും, ഷാളിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് ഷാൾ നോട്ട് എന്നാവും. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഹാഡ് നോട്ട് ചേർക്കണം. ചോദ്യമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഹാഡിനെ ആദ്യം കൊണ്ടുപോവുക. വാട്ടും വേറും വൈയും ഹവും വെച്ചിട്ടാണ് ചോദ്യം ഉണ്ടാക്കേണ്ടതെങ്കിൽ ഹാഡിന്റെ മുന്നിലേക്ക് വാട്ടിനെയും വേറിനെയും ചോദ്യ വാക്കുകളെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടെൻസായി വളരെ എളുപ്പമാണ്. അർത്ഥം ഉണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, ഏത് രീതിയിലാണെന്ന് മറക്കാതെ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.